ചെറിയൊരു സാങ്കേതിക പിഴവാണ് വിജയ്ക്ക് മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള വഴിയിൽ തടസ്സമായതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. 234 അംഗ നിയമസഭയിൽ ഭൂരിപക്ഷത്തിന് 118 സീറ്റുകൾ വേണമെന്നിരിക്കെ ടിവിക്ക് 108 സീറ്റുകൾ നേടിയാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത്. മത്സരിച്ച 2 സീറ്റുകളിലും വിജയിച്ച വിജയ് ഒരെണ്ണം ഒഴിഞ്ഞുകൊടുക്കുന്നതോടെ പാർട്ടിയുടെ അംഗബലം 107 ആകും. ഭൂരിപക്ഷത്തിന് 11 സീറ്റുകളുടെ കുറവുള്ളപ്പോൾ 5 സീറ്റുകൾ നേടിയ കോൺഗ്രസ് വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെ ടിവിക്ക് കോൺഗ്രസ് സഖ്യത്തിന്റെ ആകെ എണ്ണം 112 ഉയർന്നു. എന്നാൽ ഇവിടെയാണ് വിജയ് രാഷ്ട്രീയമായ പിഴവ് വരുത്തിയത്. സാധാരണഗതിയിൽ തൂക്കുമന്ത്രിസഭ വരുന്ന സാഹചര്യത്തിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയുടെ നേതാവെന്ന നിലയിൽ വിജയ് സ്വന്തം പാർട്ടിയിലെ MLA-മാരുടെ മാത്രം ഒപ്പുള്ള കത്താണ് ഗവർണർക്ക് നൽകേണ്ടിയിരുന്നത്. ഇത് അംഗീകരിച്ച് ഗവർണർ വിജയ്ക്ക് സർക്കാർ ഉണ്ടാക്കാൻ അവസരം നൽകുകയും പിന്നീട് സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുമായിരുന്നു. എന്നാൽ തന്റെ കത്തിൽ കോൺഗ്രസ് MLA-മാരുടെ ഒപ്പുകൂടി ഉൾപ്പെടുത്തിയതോടെ ഇതൊരു സഖ്യകക്ഷി ഭരണത്തിനുള്ള നീക്കമായി ഗവർണർ കണക്കാക്കി. സഖ്യകക്ഷി സർക്കാർ എന്ന നിലയിൽ 118 പേരുടെ പിന്തുണ വിജയ്ക്ക് ലഭിക്കാതിരുന്നതിനാൽ ഗവർണർ ഈ ആവശ്യം തള്ളുകയായിരുന്നു.